ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 3G വണ്ടി. കഴിഞ്ഞ ദിവസം നമ്മൾ സർവീസൊക്കെ ചെയ്തു പോയതാണ്. അതിനുശേഷം നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് വൈബ്രേഷനെ പറയണേ. പക്ഷേ അതിൻ്റെ കംപ്ലയിൻറ്റ് ബാക്ക് സൈഡാണ് അതിൻ്റെ പ്രശ്നം. ക്ലച്ചിനകത്താണ് കംപ്ലയിൻറ്റ് കേട്ടോ. കാരണം ഈ ക്ലച്ചിനകത്ത് കിടക്കുന്ന ഈ ക്ലച്ച് ഷൂ ഒറിജിനലല്ല. അപ്പോൾ അതാണ് മെയിനായിട്ട് വന്ന പ്രോബ്ലം. കാരണം അത് കൃത്യമായിട്ട് നമ്മുടെ ഈ ക്ലച്ച് ഔട്ടറിൻ്റെ ഉള്ളിൽ പിടിക്കാതെ വരുമ്പോഴാണ് ഈ പ്രശ്നം കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിലവിൽ നമ്മൾ ക്ലീൻ ചെയ്തിടുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കും. ഇപ്പോൾ നമ്മൾ ശരിക്കും ഉരച്ച് ക്ലീൻ ആക്കിയിടാം. ഇതിൻ്റെ ഇതുണ്ട ഈ ഭാഗമൊന്നും പിടിക്കണില്ല, ഈ സൈഡ് മാത്രം പിടിക്കും. അപ്പോൾ ചില ഭാഗങ്ങളാണ് ടച്ച് ആവുള്ളൂ. ഇതിൻ്റെ ഉണ്ട് ഈ ഭാഗമൊന്നും നമുക്ക് കഴിഞ്ഞ ദിവസം ഉരച്ചിട്ടാൽ ഈ ഭാഗമൊന്നും പിടിക്കണില്ല, ഇവിടെ മാത്രമേ പിടിക്കണുള്ളൂ. ഈ ക്ലച്ച് ഷൂ നോക്കുമ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗം പിടിക്കേണ്ട, ഈ സെൻറ്റർ ഭാഗം പിടിക്കുള്ള ഈ രണ്ട് സൈഡുകൾ പിടിക്കില്ല. ആ ബ്ലാക്ക് ഷെയ്ഡ് വന്നാണ് പിടിച്ചാണ്. ബാക്കിയത്തെ ഭാഗങ്ങൾ ഈ ഭാഗമൊന്നും പിടിക്കാണ്ട് വരണം. അപ്പോൾ എല്ലാവരും ഒരേപോലെ ക്ലച്ച് ഔട്ടും പിടിച്ചാലാണ് വണ്ടി മൂവ് ആവുള്ളൂ. അല്ലാത്തപ്പോൾ എന്താ പറഞ്ഞാൽ ഇതിങ്ങനെ ഷിവറിങ് കാണിക്കും പിടിക്കാതെ വരുമ്പോൾ. ആ വന്ന ഷിവറിങ് ആണ് നമുക്ക് വണ്ടിമേക്ക് പാസ് ചെയ്യണം. എൻജിൻ ലിങ്കിലാണ് കണക്ട് ചെയ്തേക്കണേ. നമുക്ക് ഹാൻഡിലുമേയാണ് വിറയിൽ കിട്ടുള്ളൂ. പക്ഷേ കംപ്ലയിൻറ്റ് ബാക്ക് ക്ലച്ചിനകത്താണ് കേട്ടോ. അപ്പോൾ തൽക്കാലം നമ്മളൊന്ന് അഴിച്ച് ഫുള്ളായിട്ട് ഒന്നും കൂടി ക്ലീൻ ചെയ്തിടുന്നുണ്ട്. ഒരു ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഐറ്റം ഈ ഇരിക്കണ പാർട്സ് ക്ലച്ച് ഷൂ മാറ്റി കളയാം. അതിനുശേഷം ഇനിയിപ്പോൾ കിടന്ന് ഓടുമ്പോൾ ഇവിടെയും തേമാനം വരും. അതും കൂടി ഒന്ന് പോളിഷ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ മാറിക്കോളും. പക്ഷെ എന്നാലും ഈ പറഞ്ഞ രീതികളെ സർവീസിൻ്റെ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ ഇടയിൽ ഈ ക്ലച്ച് ഒരയണ പൊടി വരുമ്പോൾ അപ്പോഴും കാണിക്കും. പക്ഷെ അത് ക്ലീൻ ചെയ്തിട്ടാൽ മാറിക്കോളും. അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ മാറിക്കോളും കേട്ടോ. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഇതേപോലെ നമ്മളൊന്ന് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. തൽക്കാലം ഇപ്പോൾ മാറിയേക്കും, പക്ഷെ വീണ്ടും വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ മൈലേജിൻ്റെ കേസ് ഈ പറഞ്ഞ പോലെ നമ്മൾ കാർബറേറ്റർ ഒന്ന് ട്യൂണിങ് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. കാരണം ഒന്നുകൂടി ട്യൂൺ ചെയ്ത് കറക്റ്റ് ആക്കി തരാം. ഓക്കെ, അത് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ട്യൂൺ ചെയ്യുമ്പോൾ അതുകൂടിയും കാണിക്കാം. ഓക്കെ, എന്നാൽ ഈ ഭാഗത്തൊക്കെ ചെറിയൊരു ലീക്കേജൊക്കെ ഉണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. അവിടെ ചെറിയ നനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നോക്കിക്കോളാം. അതിപ്പോൾ നമ്മൾ വേറെ ഒന്നും ചെയ്തല്ല, നമ്മൾ ജനറൽ സർവീസും മാത്രമായിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ. എടുത്ത് പറയണതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ക്ലച്ച് വൈബ്രേഷൻ സർവീസ് ചെയ്തത് കൊണ്ട് വന്നതല്ല, ഈ പാർട്സിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് വന്നതാണ് കേട്ടോ. ജസ്റ്റ് നമ്മളൊന്നുകൂടി ഒന്ന് ക്ലിയർ ചെയ്തിടുന്നുണ്ട്. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്ലച്ച് ഷൂ മാറ്റാം, ക്ലച്ച് ഔട്ടർ പോളിഷ് ചെയ്യാം. ഓക്കെ, നമുക്കതിൻ്റെ മൈലേജിൻ്റെ കേസേ നിലവിൽ കാർബറേറ്റർ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സർവീസിൽ അയച്ച് ക്ലീൻ ചെയ്തിട്ടില്ല. കാരണം അത് വലിയ പഴക്കം തോന്നുന്നില്ല, ചെയ്തിട്ട് ഒരുപാട് ആയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമ്മളതിൻ്റെ ട്യൂണിങ് മാത്രമാണ് ക്ലിയർ ചെയ്യുന്നത് കേട്ടോ. അത് നമ്മൾ ടാക്കോമീറ്റർ ഉപയോഗിച്ചിട്ട് കറക്റ്റ് എൻജിൻ ട്യൂണിങ്ങിലേക്ക് നിർത്തുന്നുണ്ട്. അതിന് ശേഷം മൈലേജ് നോക്കാം. നമ്മളിപ്പോൾ സർവീസ് ചെയ്തതുകൊണ്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ മൈലേജ് ഒരു കാരണവശാലും കുറയില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അതുമായി റിലേറ്റഡ് ആയിട്ട് യാതൊരു വർക്കും ചെയ്യണില്ല. അപ്പോൾ നമുക്ക് ആ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണമെന്നല്ലാണ്ട് അത് കൂടാനേ സാധ്യതയുള്ളൂ, കുറയാനായിട്ടൊരു സാധ്യതയില്ല. കാരണം പൊടിയൊക്കെ പോകുമ്പോൾ കൂടെയുള്ളൂ, കുറയില്ല. അപ്പോൾ നമുക്ക് തോന്നലായിരിക്കാം. കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞങ്ങൾ കറക്റ്റ് ട്യൂണിങ്ങിലേക്ക് ആക്കി നിർത്തുന്നുണ്ട്. അതിന് ശേഷം കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് കൃത്യമായിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയിട്ട് പറയാം. കാരണം നമുക്ക് സർവീസ് ചെയ്തുകൊണ്ട് ഒരു കാരണവശാലും മൈലേജ് ഷോട്ടോ അങ്ങനെ കാര്യങ്ങൾ വരില്ല, കുറയില്ല കേട്ടോ. അതേപോലെ ക്ലച്ചിൻ്റെ കേസും നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. വീണ്ടും വൈബ്രേഷൻ കാണിച്ചു കഴിഞ്ഞാൽ ക്ലച്ച് ഷൂ മാറ്റാതെ യാതൊരു മാർഗ്ഗമില്ല കേട്ടോ, റെഡി ആവില്ല. ഓക്കെ.